ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത്? ഓപ്ഷൻ സി 2, 4 എന്നിവ. 1ഉം 3ഉമാണ് ഏലിയാസ് ചാവറയുടെ പ്രസിദ്ധീകരണങ്ങൾ ഉൾപ്പെട്ടവ. 1 ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ. 3 നാലാഗമങ്ങൾ, ധ്യാന സല്ലാപങ്ങൾ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്യാപ്റ്റൻ ഡിലനോയ് ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി കൊളച്ചൽ യുദ്ധം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ആരാണ്? ഓപ്ഷൻ എ ജോസഫ് നോയൽ പേറ്റൺ. 4 താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ. 1 ആനി ബെസന്റ്, 3 എസ് സുബ്രഹ്മണ്യ അയ്യർ, 4 ലോകമാന്യ തിലക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രാൻസിലെ ജേക്കോബിൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരി. ഓപ്ഷൻ സി ടിപ്പു സുൽത്താൻ. 6 2024 ഐക്യരാഷ്ട്രസഭ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ഡി അന്താരാഷ്ട്ര ഒട്ടകവർഷം. 7 ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്ത് വരുന്ന സൂര്യ സമീപ ദിനം എന്നാണ്? ഓപ്ഷൻ എ ജനുവരി 3. 8 നമ്മുടെ രാജ്യത്തിന്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഓപ്ഷൻ സി ഡെറാഡൂൺ. 9 സഹ്യാദ്രിയിലെ മഹാബലേശ്വറിന് അടുത്തുനിന്നും ഉത്ഭവിക്കുന്ന ഉപദ്വീപീയ നദി ഏത്? ഓപ്ഷൻ ബി കൃഷ്ണ. 'താഴെ പറയുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ ഡി ഭൗമ താപോർജം. 11 കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത. ഓപ്ഷൻ സി NW3. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്ലാറ്റ്ഫോം ഏത്? ഓപ്ഷൻ ബി അനുവാദിനി. 'താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ 2. 2ആണ് ബന്ധമില്ലാത്തത്. 1, 3, 4 എന്നിവ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. 1 മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. 3 വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 4 വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. 14ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി 14ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? 1 2015 ജനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. 2 ഭാരത സർക്കാരിന്റെ ഒരു വിദഗ്ധോപദേശ സമിതിയാണ്. 3 പ്രധാനമന്ത്രിയാണ് ഇതിന്റെ വൈസ് ചെയർമാൻ. 4 ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയവിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിന്റെ ചുമതല. ഓപ്ഷൻ ബി നീതി ആയോഗ്. 15 ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഓപ്ഷൻ ബി ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. 16
താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി വാണിജ്യ ബാങ്കുകൾ. 17. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2, 3. 1. ഇതിന്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെടുന്നത്. 3. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. പാലിന്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഓപ്ഷൻ എ 1ാം സ്ഥാനം. 19. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കപ്പെട്ടത് ആരാണ്? ഓപ്ഷൻ സി അരവിന്ദ് പനഗരിയ. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. 1. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 3. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യാ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 4. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയുടെ 7ാം പട്ടികയിലെ ലിസ്റ്റുകൾ, അവശിഷ്ടാധികാരങ്ങൾ എന്നിവയുമായി യോജിച്ചതിൽ ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം. 1. തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റ്. 2. ഭൂമി സംസ്ഥാന ലിസ്റ്റ്. 22ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 73ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത്? ഓപ്ഷൻ സി 3ഉം 4ഉമാണ് തെറ്റായത്. 1ഉം 2ഉം ശരിയായ പ്രസ്താവനകളാണ്. 1. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് PK തുങ്കൻ കമ്മിറ്റിയാണ്. 2. അനുച്ഛേദം 243A ഗ്രാമസഭയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏവ? ഓപ്ഷൻ ബി 2ഉം 3ഉം മാത്രം. ശരിയല്ലാത്തവയാണ് 2ഉം 3ഉം. ശരിയായവ 1 മാത്രമാണ്. 1. ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി എന്നുള്ളതാണ് ശരിയായത്. മറ്റു 2 പ്രസ്താവനകളും തെറ്റായതാണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 4 മാത്രം. 1. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. 2. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. 4. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. 25ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. 2ഉം 4ഉം ശരിയായവയാണ്. 2. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. 4. സ്വീപ് എന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിപാടിയാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം. 1ഉം 4ഉം 106ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്.
ഒന്ന്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. 4, ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണയിക്കും. 27ാമത്തെ ക്വസ്റ്റ്യൻ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? ഓപ്ഷൻ എ അനുച്ഛേദം 243 28. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി റവന്യൂ വകുപ്പ് മന്ത്രി. 29. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണ് ഇത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് നിലവിൽ വന്നത് 2018 ജനുവരി 1 ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ നിന്നുള്ള റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തതേത്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. 31. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1ാം EMS സർക്കാരിന്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? ഓപ്ഷൻ എ സി അച്യുതമേനോൻ. 32. സംസ്ഥാന സർക്കാരിന്റെ മിഠായി പദ്ധതി താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. 33. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്നവയിൽ ഏത് നിയോജക മണ്ഡലത്തിലാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത്? ഓപ്ഷൻ എ മാനന്തവാടി. 34. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് രാജ്യമാണ് ടസാർ സിൽക്കിന്റെ ഉൽപാദനത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്? ഓപ്ഷൻ സി ഇന്ത്യ. 35. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി ഏത്? ഓപ്ഷൻ എ ദൃഷ്ടിപടലം. 36. ജമുന പ്യാരി, സുർത്തി, മലബാറി എന്നിവ ഏത് വളർത്തുമൃഗത്തിന്റെ വിവിധ ഇനങ്ങളാണ്? ഓപ്ഷൻ ബി ആട്. 37ാമത്തെ ക്വസ്റ്റ്യൻ. കുരങ്ങ് പനി എന്ന രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏത്? ഓപ്ഷൻ ഡി വൈറസ്. WWFന്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ബി സ്വിറ്റ്സർലാൻഡ്. 39. എന്താണ് ശരണ്യ പദ്ധതി? ഓപ്ഷൻ എ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. 40. വിറ്റാമിൻ B1ന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമേത്? ഓപ്ഷൻ ഡി ബെറിബെറി. 41. 2024 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വ രാജ്യം? ഓപ്ഷൻ സി സൗദി അറേബ്യ. 42. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ചു പുറത്തു പോകാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. 2. ഒരു വസ്തുവിന്റെ പാലായന പ്രവേഗം അതിന്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. 43. ഒരു ഉപകരണത്തിന്റെ പവർ 690 വാട്ടാണ്. അതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്രയായിരിക്കും? ഓപ്ഷൻ ബി 3 ആംപിയർ. 44.
കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി പാസ്കൽ നിയമം. 45 ഏത് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ ഡി ഇലക്ട്രോൺ ഡൈനാമിക്സ്. 46 വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1, 2, 4 എന്നിവ ശരിയാണ്. 1 സ്വകാര്യ മേഖലയിൽ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ്. 2 ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പ് ആണ് റോക്കറ്റ് വികസിപ്പിച്ചത്. 4 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്. 47 ക്വസ്റ്റ്യൻ ചേരുംപടി ചേർത്തെഴുതുക. ആൻസർ ഓപ്ഷൻ എ ബോയിൽ നിയമം. P directly proportional to 1/v. N-ഉം T-യും സ്ഥിരമായിരിക്കും. ഡാൽട്ടൺ നിയമം. P total is equal to P1 plus P2 plus P3 plus etc. Pn. T-യും V-യും സ്ഥിരമായിരിക്കും. അവഗാഡ്രോ നിയമം. V directly proportional to N. T-യും P-യും സ്ഥിരമായിരിക്കും. ചാൾസ് നിയമം. V directly proportional to T. N-ഉം P-യും സ്ഥിരമായിരിക്കും. 48 ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻ സി 1ഉം 4ഉം ശരിയല്ലാത്തവയാണ്. 2ഉം 3ഉമാണ് ശരിയായവ. 49 സാന്ദ്രീകരിച്ച ലോഹ അയിരിനെ വായുവിന്റെ സുലഭമായ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ്. ഓപ്ഷൻ സി റോസ്റ്റിംഗ്. 50 ഓർഗനൈസോൺ എന്നത് എന്താണ്? ഓപ്ഷൻ സി കൃത്രിമ മൂലകം. 51 2023 രസതന്ത്ര നോബൽ സമ്മാനം നേടിയ കണ്ടുപിടുത്തം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 52 മലയാള സാഹിത്യത്തിലെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരെ ലഭിച്ച കാലം അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, എം ടി വാസുദേവൻ നായർ. 53 യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപം. ഓപ്ഷൻ എ ചവിട്ട് നാടകം. 54 ക്വസ്റ്റ്യൻ കഥകളിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 2, 4 എന്നിവ. 2 ഒരു ദൃശ്യകലയാണ്. 4 പച്ച, കരി, കത്തി, താടി എന്നീ വിവിധ വേഷ സംവിധാനങ്ങളുണ്ട്. 55 കേരളത്തിലെ ആദ്യത്തെ സർക്കസ് പരിശീലന കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ സി തലശ്ശേരി. 56 താഴെ പറയുന്ന സാഹിത്യകാരന്മാരുടെ തൂലികാ നാമം ശരിയായി തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ 1, 3ഉമാണ് ശരിയായവ. 1 ആശാമേനോൻ, കെ ശ്രീകുമാർ. 3 ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി. 57 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരം. ഓപ്ഷൻ ബി കോഴിക്കോട്. 58 ക്വസ്റ്റ്യൻ 2024 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് ചാമ്പ്യൻ. ഓപ്ഷൻ സി ഇഗ സ്വിയാടെക്. 59
വെബ് പേജ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഭാഷയ്ക്ക് ഉദാഹരണമാണ് ഓപ്ഷൻ ഡി HTML. 60. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഓപ്ഷൻ ബി എല്ലാം ശരിയാണ്. 1. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ ഹബും സ്വിച്ചും ഉപയോഗിക്കുന്നു. ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുന്നു. ഏത് കമ്പ്യൂട്ടറിലേക്കാണ് വിവരങ്ങൾ മാറേണ്ടത് അതിലേക്ക് മാത്രമേ സ്വിച്ച് നിർദ്ദേശം അയക്കുകയുള്ളൂ. 61. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ഡി. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ്. ബ്രൗസർ ഫയർഫോക്സ്. ഇൻപുട്ട് ഡിവൈസ് ജോയ്സ്റ്റിക്ക്. ഔട്ട്പുട്ട് ഡിവൈസ് പ്ലോട്ടർ. 62. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓൺലൈൻ സേവനങ്ങൾ പൗരന്മാരിൽ എത്തിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ. ഓപ്ഷൻ എ എം സേവനം. 63. ഇന്ത്യയിലെ ഏറ്റവും വേഗത കൂടിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏത്? ഓപ്ഷൻ സി ഐരാവത്. 64. 2000 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിയമിക്കുന്നത്. ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി, നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, ക്യാബിനറ്റ് മന്ത്രി എന്നിവരടങ്ങുന്ന സമിതിയുടെ ശുപാർശയിൽ സംസ്ഥാന ഗവർണർ. 65. മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും നിയമം 2007 പ്രകാരം മുതിർന്ന പൗരൻ എന്നാൽ? ഓപ്ഷൻ എ 60 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഏതൊരു വ്യക്തിയും ഇന്ത്യൻ പൗരനാണെങ്കിൽ. 66. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആർക്ക് പരാതിക്കാരൻ ആകാം? ഓപ്ഷൻ ഡി 2 എയും ബിയും. ഒരു ഉപഭോക്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്ത സന്നദ്ധ ഉപഭോക്തൃ അസോസിയേഷനോ. ബി കേന്ദ്ര ഗവൺമെന്റോ ഏതെങ്കിലും സംസ്ഥാന ഗവൺമെന്റോ. 67. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന പദം നിർവചിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 68. ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരമുള്ള ഗാർഹിക പീഡനത്തിന്റെ നിർവചനത്തിൽ ഇവ ഉൾപ്പെടുന്നു. ഓപ്ഷൻ ഡി 2 എയും ബിയും. ശാരീരികമോ വാക്കാലുള്ളതോ ആയവ, സാമ്പത്തികമായവ. 69. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് 10% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടനയുടെ ഭേദഗതി. ഓപ്ഷൻ സി 103. 70. ഏത് രാജ്യമാണ് അടുത്തിടെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ അതിന്റെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്? ഓപ്ഷൻ സി ഉത്തര കൊറിയ. അടുത്ത 81ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്? ഓപ്ഷൻ ബി സ്യൂഡോനിം. 82. യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. യെസ്റ്റർഡേ ഐ ബോട്ട് ഡാഷ് യെല്ലോ ഷർട്ട്. ഓപ്ഷൻ എ യെസ്റ്റർഡേ ഐ ബോട്ട് എ യെല്ലോ ഷർട്ട്. 83. ഫൈൻഡ് ഔട്ട് one word for emergency procedures to revive someone to consciousness. ഓപ്ഷൻ ഡി റിസസിയേഷൻ. 84. Complete the following sentence using a suitable preposition. The officer managed to remain calm despite the chaotic situation. Option C despite.
85. Report the following sentence. Celine said, I drink a cup of coffee every morning. Option D. Celine said that she drinks a cup of coffee every morning. 86. Identify the underlined words with the correct parts of speech. We had an expensive and delicious dinner at an Italian restaurant. Italian. Option A. Adjective. 87. Choose the correct question tag. None of the family members have come to the party. Option C. Have they? 88. Complete the following sentence using a suitable phrasal verb meaning postpone. The committee voted to dash the proposal for further consideration. Option D. Stand over. 89. Find out the meaning of the idiom underline. She refused to be led by the nose. Option B. To be submissive. 90. Which of the following word is opposite to the word petrified? Option C. Brave. 91. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ സി. 92. നീചം എന്ന പദത്തിന്റെ വിപരീതം കണ്ടെത്തുക. ഓപ്ഷൻ എ. ഉച്ചം. നീചം, ഉച്ചം. 93. കാലത്തിന് യോജിച്ചത് ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ബി. കാലോചിതം. 94. രക്തം പര്യായ പദം ഏത്? ഓപ്ഷൻ എ. രുധിരം. 95. എള്ള് കീറുക ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി. കർശനമായി പെരുമാറുക. 96. സിംഹി പുല്ലിംഗ പദം ഏത്? ഓപ്ഷൻ എ. സിംഹം. 97. പ്രൊബേഷൻ ശരിയായ മലയാള പരിഭാഷ ഏത്? ഓപ്ഷൻ എ. നിരീക്ഷണഘട്ടം. 98. വരികെടോ പിരിച്ചെഴുതുക. ഓപ്ഷൻ എ. വരിക പ്ലസ് എടോ. 99. പൂജക ബഹുവചനം ഏത്? ഓപ്ഷൻ ബി. വൈദ്യ. 100. വിൻ പ്ലസ് സ്ഥലം ചേർത്തെഴുതുക. ഓപ്ഷൻ എ. വിണ്ടലം.